ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അതിലതില ബ്ലോഗി ഗായ്സ്. അപ്പം നമ്മളിതാ ഇപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ്. അതെ ഗായ്സ്, ഞങ്ങൾ കാർ കൊടുക്കാൻ പോവുകയാണ്. വളരെയധികം വിഷമമുണ്ട്. ആക്ച്വലി സത്യം പറഞ്ഞാൽ വിഷമം ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട് ഗായ്സ്. കാരണം 9 വർഷമായിരുന്നു നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, ഞാൻ ബാക്കി പറയാൻ എൻ്റെ അനിയനെ വിളിക്കാം. വിഷമമുണ്ടോ? നമ്മള് 9 വർഷം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഒരു ചില്ലറ കാര്യമല്ല. നമ്മളെ ഒരു ആപത്തും ഇല്ല, അതല്ലേ? നമുക്ക് ഇന്നേ വരെ ഒരു ആപത്ത് പോലും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നേ വരെ 9 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായിട്ടില്ല. അത് ദൈവത്തിൻ്റെ ഒരു ഇതുമാണ്. അത് മാത്രമല്ലാണ്ട് എന്താണ്, നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വണ്ടി നമുക്ക് എപ്പോഴും അതൊരു പ്രിയപ്പെട്ടതായിരിക്കും, നമ്മൾ കംഫർട്ടായിരിക്കും. അങ്ങനത്തെ ഒരു കാറായിരുന്നു ഗൈസ് നമ്മുടെ വണ്ടി. അത് മാത്രമല്ല, ഇവൻ നമ്മുടെ കൂടെ എന്താ പറയാ, എനിക്ക് സത്യം പറഞ്ഞാൽ ജീവനുള്ള ഒരു സംഭവം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഗൈസ്. സത്യം, ഈ വണ്ടിയോട് ഭയങ്കര ഒരു സ്നേഹമുള്ളവർക്കും വണ്ടിപ്രാന്തുള്ളവർക്കും ഞങ്ങളെ പോലെയുള്ളവർക്കും അറിയാം വിഷമം എന്തൊക്കെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ കൊടുക്കാതിരുന്നൂടെ എന്ന്. ഗൈസ് അത് കാണിച്ചാണ് ഗൈസ്. അത് സംഭവം ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് കാരണമാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവനെ കൊടുക്കത്തില്ല. ബട്ട് ഇവനെ കിട്ടുന്നവർക്ക് ലക്കാണെന്നേ പറയത്തുള്ളൂ. കാരണം ഞങ്ങൾ പൊന്നുപോലെ നോക്കി ഇന്നേ വരെ ഇവനെ ഒരു കംപ്ലൈൻറ്റ്, ഇവനെ വർക്ക്ഷോപ്പിൽ ഇന്നേ വരെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്, സർവീസിനും ഒക്കെ ആയിട്ട്. പിന്നെ ഇവനെ കൊണ്ട് വാപ്പ വയനാട് വരെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം കിലോമീറ്ററാണ് പോയിട്ട് വന്നിട്ടുള്ളതെന്ന്. വയനാട് വരെ എന്നൊക്കെ പറയുമ്പം ഈ വലിയ ഇതിന് പോകുമ്പോഴത്തേക്കും, ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഈ താറ്, ജീപ്പ് അങ്ങനത്തെ വണ്ടികളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഇതിലും വാഗനറിലും പോയി വന്നിട്ടുണ്ട് ഗൈസ്. അത്രത്തോളം പ്രിയപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ഞങ്ങളുടെ. വാപ്പായി ജീപ്പിലെ ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. ഒരു അബദ്ധമില്ലാതെ അവൻ ഞങ്ങളെ തിരിച്ച് കൊണ്ടുവന്നു. പിന്നെ എന്തുവാണ്, വിഷമമുണ്ട്. ബട്ട് എന്നാലും നമ്മൾ അല്ലേ, പക്ഷെ ഞങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് ഒന്ന് കാണാൻ കിട്ടിയെങ്കിലും കൊള്ളാമായിരുന്നു എന്നും മനസ്സിൽ തോന്നുന്നുണ്ട്. അപ്പം എന്താണ്, ഇത്രയൊക്കെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പാക്കും അമ്മാക്കും ഒക്കെ ഒരേപോലെ വിഷമമുണ്ട് ഗൈസ്. പിന്നെ ഇന്ന് ഞങ്ങൾ പോകുന്ന ലാസ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ ഈ പുറത്ത് ഇങ്ങനെ കരയത്തില്ല, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. പക്ഷെ അവന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്നെയും കാട്ടി കൂടുതലും അവനാണ് ഇവനുമായിട്ട് സ്പെൻഡ് ചെയ്തത്. ഇവനിലാണ് അവൻ ഓടിച്ച് പഠിച്ചതും. ഇവനിലാണ് അവൻ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വിഷമം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. മനസ്സിനെന്താ പറയേണ്ടത് ഗൈസ്? ക്യാമറമാൻ ഞാൻ കാണിച്ചു തരാം. ബാ, സിയാസ് ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം അവൻ ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് തവണ അവൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അനസുമുണ്ട്. അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പിലും ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. പാപ്പ എന്താണ് അപ്പോൾ പറയാനുള്ളത്? എന്തായാലും നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. എവിടെയായിരുന്നാലും നീ ആരുടെയെങ്കിലും കയ്യിലായിരുന്നാലും നല്ലപോലെ ഇരുന്നാൽ മതി. നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.